പിന്നെ കാണിക്കുന്നത് കല്യാണക്കാര്യവും പറഞ്ഞ് നമ്മുടെ ഹീറോയോട് തർക്കിക്കുന്ന ലാമിയയുടെ അച്ഛനെയാണ്. അച്ഛനാണെങ്കിൽ ഒരു കാരണവശാലും നിനക്ക് എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് തരില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയും ഒട്ടും വിട്ടുകൊടുക്കാതെ ഇതിനെനിക്കും താല്പര്യമൊന്നുമില്ല, എൻ്റെ ഗുരു പറഞ്ഞോണ്ടാണെന്നൊക്കെ പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാമിയാണെങ്കിൽ ഇതിന് ഞാനും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാമിയുടെ അമ്മയും ഇവളുടെ സ്വത്ത് എത്രയാണെന്ന് നിനക്കറിയോ, നിന്നെ പോലുള്ളവർക്ക് ഞാൻ എൻ്റെ മോളെ വിവാഹം ചെയ്ത് തരില്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ഹീറോയും വളരെ പുച്ഛത്തോടെ ദയ തോന്നിയോണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ, നിങ്ങളെ മോളെ എനിക്ക് ആവശ്യമൊന്നുമില്ല, ഗുരുവിനെ നിങ്ങൾ അപമാനിക്കാണെന്ന് പറയുമ്പോൾ ലാമിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയരുത്, കഴിക്കാൻ വന്നതാണെങ്കിൽ കഴിച്ചിട്ട് പോവാൻ നോക്കിയെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട്. അപ്പോഴാണ് ലാമിയുടെ മുത്തച്ഛൻ വലിയ കമ്പനിയിൽ നിന്ന് നമുക്ക് പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, ആരാ ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വരാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് മുത്തച്ഛനോട് ലാമിയുടെ അച്ഛൻ കാര്യം പറയുമ്പോഴാണെങ്കിൽ മുത്തച്ഛനും നമ്മുടെ ഹീറോയെ നിർത്തി അപമാനിക്കുന്നുണ്ട്. കൂടാതെ നീ വന്ന മലയിലേക്ക് തന്നെ തിരിച്ചു പോവാനും പറയുമ്പോൾ ലാമിയുടെ അച്ഛനും ഇവിടെയുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പായ സാജൻ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ ഞാൻ എൻ്റെ മോളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്നും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ എൻ്റെ ഗുരു പറഞ്ഞുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ മിണ്ടാതെ നിന്നത്, അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഉന്നതിയിൽ ഞാൻ എത്തിക്കുമെന്നൊക്കെ പറയുമ്പോൾ മുത്തച്ഛൻ വളരെ അഹങ്കാരത്തോടെ എൻ്റെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ സാമ്രാജ്യം ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയത് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയും മുത്തച്ഛനും തർക്കിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ കരാർ ലംഘിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛൻ ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് കരാർ എഴുതിയ പേപ്പർ കീറിക്കളയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ മിന്നലടിച്ച് ആ സ്ഥലം മുഴുവൻ ഒന്ന് കുലുങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്ന ശിക്ഷയാണെന്ന് പറയുമ്പോൾ മുത്തച്ഛൻ ഗാർഡ്സിനോട് നമ്മുടെ ഹീറോയെ പുറത്താക്കാൻ ഉത്തരവിടുന്നുണ്ട്. അപ്പോൾ ലാമിയുടെ അച്ഛന് ഒരു കോള് വരുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം കോൾ കട്ടായപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടെ നമ്മുടെ 3 കാർഗോ നടുക്കടലിൽ മുങ്ങി വലിയ നഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ സ്വർഗത്തിന് കൊടുത്ത വാക്ക് പാലിച്ചിട്ടില്ല, ഇനി മരണമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ മുത്തച്ഛന്റെ വായിൽ നിന്ന് ചോരയൊക്കെ വന്ന് അവിടെ വീഴുന്നുണ്ട്. അപ്പൊ തന്നെ ലാമിയുടെ ബോയ് ഫ്രണ്ടായ ലൂക്കസ് ആരാണ് ഇവിടെ ബഹളമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലാമിയ ലൂക്കസിന്റെ അടുത്തേക്ക് ഓടിപ്പോയി അവന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിന് അവനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എന്നൊക്കെ പറയുമ്പോൾ ലൂക്കസ് നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന് ലാമിയയോട് പറഞ്ഞ് നമ്മുടെ ഹീറോയെ നോക്കി നിനക്ക് എൻ്റെ പെണ്ണിനെ തന്നെ വേണോ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ എന്നൊക്കെ വളരെ അഹങ്കാരത്തോടെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വളരെ പുച്ഛത്തോടെ നീ ആരാണെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല, നീ ആരാണെങ്കിലും ഇവിടെ നിന്ന് പോവാൻ നോക്കിയെന്ന് പറയുമ്പോൾ അപ്പോൾ ലൂക്കസും ഞാൻ സാജൻ കുടുംബത്തിൽ പെട്ടവനാ എന്ന് പറഞ്ഞ് ലാമിയോടാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഇവളുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതവും മോശമാവും, കുറച്ച് കഴിയുമ്പോൾ നിന്റെ നെറ്റിക്കറുത്ത് മൃഗീയമായി നീ മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ലൂക്കസിന് ചെറിയ പേടിയുണ്ടെന്ന് അവൻ്റെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ പേടി മുഖത്ത് കാണിക്കാതെ നീ സ്വബോധത്തോടെയാണോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ മുട്ടുകുത്താൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു എനർജി താഴോട്ട് വന്ന് ലൂക്കസിനെ മുട്ടുകുത്തിക്കുന്നുണ്ട്. അപ്പോൾ ലാമിയയും ലൂക്കസിനെ പിടിച്ച് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ലാമിയെ പുറകോട്ട് തള്ളി നീ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് ഗാർഡ്സിനോട് ഇവൻ അഹങ്കാരിയാണ്, ഇവനെ വെറുതെ വിടരുതെന്ന് പറഞ്ഞ് എല്ലാവരും അടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോ കാല് പൊന്തിച്ച് ഒരാളെയാണ് ചവിട്ടിയെങ്കിലും എല്ലാവരും പുറകോട്ട് തെറിച്ച് വീഴാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിക്കുന്നുണ്ട്. അപ്പോൾ ലൂക്കസ് ആരെയോ കോൾ ചെയ്തിട്ട് വേഗം അങ്ങോട്ട് വരാൻ പറയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് 2 ഗുരുക്കന്മാർ വരുന്നുണ്ട്. അതിലെ തലവൻ നിനക്ക് സമ്മാനമായി ഞാൻ മരണം തരാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ നിങ്ങൾക്ക് എൻ്റെ വിരലിൽ പോലും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ വന്നവനിൽ ഒരാൾ ഇത്ര അഹങ്കാരമോ എന്ന് പറഞ്ഞ് ഹീറോയുടെ നേരെ തിരിഞ്ഞ് അയാളുടെ ശക്തി പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ മുന്നിൽ ഒരു ഷീൽഡ് രൂപപ്പെട്ട് അത് ആ ശക്തിയെ എല്ലാം തടയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളും കൂടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോ ലാമിയയുടെ അച്ഛനും മുത്തച്ഛനും അവിടെയുള്ള എല്ലാ ഗുരുക്കന്മാരെയും വിളിക്കുന്നുണ്ട്. അപ്പോ എല്ലാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലീനയും അവളുടെ അച്ഛനും മുത്തച്ഛനും റീനയും കുറെ ഗാർഡ്സും മതി എല്ലാം നിർത്തിയെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലീനയാണെങ്കിൽ നേരെ ലൂക്കസിന്റെ അടുത്ത് പോയിട്ട് നീ എന്ത് ധൈര്യത്തിലാ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമ്മുടെ ഹീറോയെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ ലൂക്കസ് ആണെങ്കിൽ സാജൻ കുടുംബത്തെ തന്നെ തകർക്കാൻ വന്ന ഇവനെയാണോ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ലീനയോട് ചോദിക്കുമ്പോൾ ലീനയാണെങ്കിൽ ലൂക്കസിന്റെ മുഖത്തടിച്ചിട്ട് നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുമ്പോൾ ലൂക്കസ് ആണെങ്കിൽ മുഖവും പിടിച്ച് മുത്തച്ഛനോട് നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാനാ ഞാനിങ്ങനെയൊക്കെ ചെയ്തേ, പക്ഷെ ഇവള് ചെയ്തത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛനാണെങ്കിൽ ലീനയോട് നീ എന്തിനാ അവനെ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ലീനയാണെങ്കിൽ ഇവൻ ഗുരുവിനെയാണ് അപമാനിച്ചതെന്ന് പറയുമ്പോൾ മുത്തച്ഛനും ലൂക്കസിന്റെ മുഖത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പിസോഡ് 3 ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.